ഹലോ. അപ്പോൾ എൻ്റെ ചാനൽ 1K ആയി, 1K സബ്ബായി. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്ത് എല്ലാ എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. അപ്പോൾ പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ നിഷ എന്ന മോളാണ്. നിഷയോടും നന്ദി, ഒരുപാട് സ്നേഹമുണ്ട്. പിന്നെ ഫസീല, പിന്നെ നമ്മുടെ ഡോക്ടർ മീര, ഇവരോടൊക്കെ ഫസീല ഫുൾ സപ്പോർട്ടായിട്ട് ഒപ്പം ഉള്ളപ്പോൾ മീര ഫുൾ നെഗറ്റീവ്സും ഫുൾ വിമർശനവും കളിയാക്കലുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഇതേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് 1K ആയത് എപ്പോഴാണെന്ന് വെച്ചാൽ 4 ദിവസമായി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു താങ്ക്സ് പറയാനും ഒരുപാട് വൈകിപ്പോയി. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ബേക്കറി കയറി വൈകുന്നേരം ചായ വയ്ക്കാൻ വേണ്ടി പാലും ഒക്കെ വാങ്ങിച്ച് വരുമ്പോൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ആക്സിഡൻറ്റ് നടക്കുകയും ഒരു ബസ്, ഒരു ചേട്ടൻ ജോലി കഴിഞ്ഞ് പോകുന്ന ഒരു ചേട്ടനെ ബസ് തട്ടി, ക്രോസ് ചെയ്താണ് പുള്ളിക്കാരൻ, ബസ് തട്ടി അദ്ദേഹം വീണു. തലയ്ക്ക് പൊട്ടലുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, മുഖമൊക്കെ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി, ഓടിപ്പോയി. അപ്പോൾ ഇതൊക്കെ എൻ്റെ മുന്നിൽ, എൻ്റെ കാലിൻ്റെ അവിടെ തന്നെയാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു ഷോക്ക് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഷോക്കൊക്കെ മാറി അവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞാനും ഒപ്പം പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞായറാഴ്ച രാവിലെ ഇപ്പോൾ 10 മണിയായി. അപ്പോൾ ആ 10 മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കൂടെ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു ജോലിക്ക് കൊണ്ടുവന്ന്. ആ ബാഗിൽ ഒരു പേഴ്സ് പോലും ഉണ്ടായില്ല. നമുക്കൊന്ന് ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു തിരിച്ചറിയൽ കാർഡ് ഒന്നുമില്ല അഡ്രസ്സ് കണ്ടുപിടിക്കാൻ. ആ ഒരു ഫോണാണ്, ആ ഫോണാണ് ലോക്കാണ്. അപ്പോൾ പുള്ളിക്കാരനല്ലേ അത് ലോക്ക് അടിക്കാൻ അറിയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള, പിന്നെ ആരും അതിനെക്കുറിച്ച് വലിയ ബോധരായില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരന് ബോധം വീണു, പിറ്റേന്ന് ബോധം വീണു. നമ്മൾ വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് ചോദിക്കുന്നത്, ചേട്ടൻ്റെ അഡ്രസ്സ് എന്താണ്, പേരെന്താണ്. അപ്പോൾ ചേട്ടൻ്റെ വീട് തൃശ്ശൂർ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആ ചേട്ടനെ നമ്മൾ ഇവിടെ സോറി കേട്ടോ, നമ്മളെന്നല്ല, പുള്ളിക്കാരൻ ഇവിടെ കേബിളിൻ്റെ ജോലിക്ക് വന്നിരിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസമേ വീട്ടിലേക്ക് അദ്ദേഹം വിളിച്ചെങ്കിൽ വിളിച്ചു, ഇല്ലെങ്കിൽ അവിടുന്ന് ആഴ്ച ഒരു ദിവസമേ ഭാര്യ മക്കൾ ഇദ്ദേഹത്തെ ഫോൺ ചെയ്യുള്ളൂ. അതായത് ശനിയാഴ്ച ദിവസം വൈകുന്നേരമാണ് ഭാര്യ വിളിക്കും, വീട്ടിലെ ആവശ്യങ്ങളൊക്കെ പറയും, കണക്കും കാര്യങ്ങളും ഒക്കെ, കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും വാങ്ങിക്കേണ്ടതും കാര്യങ്ങൾ പറയും, കുട്ടികളുടെ ആവശ്യങ്ങൾ പറയും. 2 കുട്ടികൾ പഠിക്കുന്നു. മൂത്ത കുട്ടി BAക്ക്, ഇളയ കുട്ടി +2 പഠിക്കുന്ന 2 ആൺകുട്ടികളാണ്. ഇത്രയും വലിയ ആൺകുട്ടികളുടെ കയ്യിൽ 2 പേരുടെ കയ്യിൽ മൊബൈലുണ്ട്, ഭാര്യയ്ക്ക് മൊബൈലുണ്ട്. ഈ അച്ഛൻ ഇവിടെ കേരളത്തിൽ തന്നെയാണല്ലോ, എന്നാൽ പോലും നമ്മുടെ വീട് വിട്ട് നമ്മുടെ ഭർത്താവോ നമ്മുടെ അച്ഛന്മാരോ ഒന്ന് മാറി നിന്നാൽ നമുക്കൊക്കെ എന്ത് ടെൻഷനാണല്ലേ. ഞാനൊക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് അറിയാം ഇന്ന സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്, എന്നാലും വിളിക്കും, അമ്മേ എവിടെ, എപ്പോഴാ വരിക, അമ്മ എന്ത് ചെയ്തു, അമ്മ എന്നാ ചെയ്യുക, അമ്മ കഴിച്ചോ, കുടിച്ചോ, കുളിച്ചോ, ജോലിക്ക് പോയോ, അമ്മ എഴുന്നേറ്റ്. ഇല്ലാത്ത ചോദ്യങ്ങൾ അവന്മാർക്കില്ല എൻ്റെ മക്കൾക്ക്. എൻ്റെ അച്ഛയാണേലും അങ്ങനെ തന്നെയാണ്. എവിടെയാ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. പിന്നെ കാണുന്ന കുറ്റിക്കാട്ടിലും മലയിലും ഒന്നും വലിഞ്ഞു കയറി, കുറ്റിക്കാട്ടിൽ ഇറങ്ങരുതേ, മലയെ വലിഞ്ഞു കയറി. കാരണം മൂന്നാറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല മലയൊക്കെയാണ്. അതിൻ്റെ താഴ്വാരത്തിലൊക്കെ, മലയുടെ താഴെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയൊക്കെ നല്ല ഒരുപാട് ഈ ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ അവിടെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇറങ്ങി പോകുമെന്ന് എൻ്റെ അച്ഛയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പോകരുത്, കാട്ടിലോട്ടേക്ക് പോകരുത്. ഈ കാട്ടിപ്പോക്കും നാട്ടിൽ പോക്കും ഒക്കെ ഞാൻ എൻ്റെ 13 വയസ്സിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അന്നോട്ട് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ നടക്കും. എനിക്ക് ഇതുവരെയായിട്ട് ഒരു പേടിയൊന്നും തോന്നിയിട്ടില്ല. രാത്രി ആയിക്കോട്ടെ, പകലായിക്കോട്ടെ. ഇപ്പം പ്രത്യേകിച്ചില്ല, കാരണം നമ്മൾ ഏജൊക്കെ ഓവറായി. അപ്പോൾ പിന്നെ നമ്മളൊന്നും ആരും അറ്റാക്ക് ചെയ്യാൻ വരില്ല. വന്നാൽ തന്നെ നമ്മുടെ കയ്യിൽ നല്ല കുരുമുളക് സ്പ്രേ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. ചേട്ടൻ
ചേട്ടനൊന്നും വിളിക്കാനില്ല കേട്ടോ. പുള്ളിക്കാരൻ 49 വയസ്സേ ഉള്ളൂ, എന്നെക്കാട്ടി 3-4 വയസ്സ് അല്ലേ. പക്ഷെ എന്നാലും എനിക്ക് ചിന്തിച്ചിട്ട് കിട്ടാത്ത ഒരു കാര്യം, നമ്മുടെ ഭർത്താക്കന്മാരോ നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മൾ ഭാര്യമാർ വിളിച്ചുകൊണ്ടേ ഇരിക്കില്ലേ? എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ ജോലി കഴിഞ്ഞ് എത്തിയോ, നിങ്ങൾ കുളിച്ചോ, നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ, നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടോ, നിങ്ങൾക്ക് ദേഹം വേദന ഉണ്ടോ, അല്ലേ, ഉറങ്ങിക്കോ, നാളെ വിളിക്കാം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീയെ നിങ്ങളുടെ ഭർത്താവിനോട് അങ്ങനെ ഒരു കോൾ വിളിക്കാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കാത്തത്? പൈസ മാത്രം മതിയോ? ഭർത്താവെന്ന് പറഞ്ഞ ATM ആണോ? ഇതൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ന് രാവിലെ എനിക്ക് ജോലിയില്ലാന്നെങ്കിൽ ഞാൻ അവിടെ എത്തി ഹോസ്പിറ്റലിൽ. അമ്മയും മക്കളും ബന്ധത്തിലുള്ള 2 അമ്മാവന്മാരോ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുള്ളിക്കാരത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. കണ്ടു, അദ്ദേഹം പരിചയപ്പെടുത്തി. ഈ ചേച്ചിയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്, ഈ ചേച്ചി ഈ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്നതാണ്, അതാണ് ഇതാണെന്നൊക്കെ പുള്ളിക്കാരൻ ഭാവിട്ട് വയ്യാഞ്ഞിട്ടും പറഞ്ഞു. അവരൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല. നമുക്ക് ആരുടെ സർട്ടിഫിക്കറ്റും ആരുടെയും ട്രോഫിയൊന്നും ആവശ്യമില്ല. പക്ഷേ ഒരു ഉപകാരം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ താങ്ക്സ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒന്നും ചെയ്യുന്നത്, പക്ഷെ ഒരു ആപത്തിൽ നിന്നോ എൻ്റെ അച്ഛനെ രക്ഷിച്ച് വിദ്യാസമ്പന്നരായ ആ മക്കൾക്ക് വിവരവും ബോധവും ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ അല്ലേ അച്ഛൻ ഇത്രയും ഈ റോഡ് കുഴിച്ച്, ഇത് കഷ്ടപ്പാടാണല്ലേ, റോഡ് കുഴിച്ച് കേബിളിടുന്ന ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യനെ ആഴ്ചയിൽ 1 മാത്രം വിളിക്കുന്ന മക്കളെ, നിങ്ങൾക്ക് ഞാൻ വലിയൊരു ബിഗ് സല്യൂട്ട് തരുവാണ്. നല്ല ഭാര്യയും മക്കൾ ഇങ്ങനെ ആയിരിക്കണം. കറവപ്പശുവാണ് അല്ലേ വീട്ടിലച്ഛന്മാർ. ഇതിനൊക്കെ നല്ല ചുട്ടടി കൊടുക്കേണ്ട ആർക്കാണെന്നറിയാമോ? ആ ചേട്ടന് തന്നെയാണ്. ഇങ്ങനെയുള്ളതിനൊക്കെ എന്തിനാണേ ചിലവ് കൊടുത്ത്? വെറുതെ അല്ല ചേട്ടന്മാരൊക്കെ ഈ കള്ളു കുടിച്ചു തോന്നിയാസമൊക്കെ നടക്കുന്നത്. കുറച്ചെങ്കിലും നമ്മുടെ ഭാര്യമാരുടെയും മക്കളുടെയും കുഴപ്പം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയുള്ളൂ. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഇനി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ, എൻ്റെ സഹോദരങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വെറുതെ അല്ലല്ലോ, ഞാൻ നന്നായിട്ട് തെണ്ടുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫസിയിലേക്ക് ഒരു വലിയൊരു താങ്ക് യു. അല്ലെങ്കിൽ അവൾ എന്നോട് വഴിക്കിടും. കട്ട സപ്പോർട്ടാണ് കേട്ടോ. നമുക്ക് പിന്നെ അപ്പോൾ ഓക്കെ ബൈ.